for your forgiveness. I believe you died for my sins I believe you died for my sins and rose from the dead. rose from the dead. I turn from my sins and invite you to come into my heart. I turn away from my sins and ask you to come into my heart. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ബ്ലസ് ഓസ്ട്രേലിയയുടെ ഫസ്റ്റ് ലേഡീസ് മീറ്റിംഗ് ആയി കൂടി വരുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരമുള്ള ഒരു ആത്മീയ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. സകല മഹത്വവും സകല പുകഴ്ചയും ദൈവത്തിന് കരയേറ്റുന്നു. ഇത് അനേകരുടെ ആത്മീക വർധനയ്ക്ക് കാരണമായി തീരത്തക്കവണ്ണം ആത്മീക ജീവിതത്തിന് ഉതകുന്നതായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കുവാനായി സിസ്റ്റർ സൂസൻ പോളിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പച്ചന്റെ പാതപീഠത്തെങ്കിലും ഞങ്ങള് കർത്താവെ ഈ ബ്ലസ് ഓസ്ട്രേലിയ എന്ന ഈ ഒരു പ്രെയർ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്ന കർത്താവെ, കുറച്ചു നാളായിട്ട് ഞങ്ങള് പ്രാർത്ഥിച്ചു പ്ലാൻ ചെയ്ത് കർത്താവെ, ഇന്നത് തുടങ്ങുവാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് നീ ഞങ്ങളെ സഹായിച്ചല്ലോ അപ്പ ഞങ്ങളിത് തുടങ്ങിയിരിക്കുന്നത് കർത്താവെ അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. നിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും ദാസിമാരെയും നിന്റെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് കർത്താവെ ഇത് ചെയ്യുവാൻ നീ സഹായിക്കണം കർത്താവെ. ഞങ്ങൾ പല സ്റ്റേറ്റിൽ, ഓസ്ട്രേലിയയുടെ പല സ്റ്റേറ്റിൽ ആയിരിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് കർത്താവെ ഞങ്ങള് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. 2-3 പേര് നിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യ അങ്ങ് കടന്നു വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഇന്ന് കടന്നു വന്നിരിക്കാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഇതിലൂടെ അനേകർ നിന്നെ അറിയുവാന്, നിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സ്തോത്രം. അതിനുവേണ്ടി നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഇന്നത്തെ പ്രെയർ മീറ്റിങ്ങിനെ നിന്റെ കരങ്ങൾ തരുന്ന കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്നവരെല്ലാവരും കർത്താവെ അതില് അനുഗ്രഹം പ്രാപിപ്പാൻ യേശുവേ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം.
ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പാടി ആരാധിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. നിന്റെ സന്നിധിയിലുള്ള സന്തോഷം ഞങ്ങൾ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമായി കടന്നു വന്നിരിക്കുന്ന നിന്റെ ദാസിയെ നിന്റെ കരങ്ങൾ വെക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ദൈവവചനം ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ നിന്റെ ദാസിയെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ ആയിരിക്കാന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾ വിശ്വസ്തരായി അങ്ങേക്ക് വേണ്ടി കർത്താവെ നിന്റെ വേല ചെയ്യുവാന് നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ആ എല്ലാ വിഷയങ്ങളും നിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ സൂസൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കി തരുന്ന നല്ല ഭാഗ്യപദവി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പലയിടങ്ങളിലാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ഒരുമിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവ സാന്നിധ്യം നിങ്ങളായിരിക്കുന്നിടത്ത് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. വീഡിയോ ഓൺ ചെയ്യുവാൻ സാഹചര്യമുള്ളവർ ഓണാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സർവസ്തുതിയും സർവ പുകഴ്ചയ്ക്കും സർവ മഹത്വത്തിനും കാരണവാനായ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. അതിനായി സിസ്റ്റർ പ്രിസിലയെയും ടീമിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, sister. God bless you. Praise the Lord. Hallelujah. നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു. ബ്ലസ് ഓസ്ട്രേലിയയുടെ ആഭിമുഖ്യം നടത്തുന്ന ഈ ലേഡീസ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരിമാരെയും ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ ഞങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. സങ്കീർത്തനം 150 5ഉം 6ഉം നമ്മൾ വായിക്കുന്നു. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. സങ്കീർത്തനങ്ങൾ 115 17ഉം 18ഉം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. മരിച്ചവരും മൗനതയിലും ഇറങ്ങിയവർ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തി സ്തുതിക്കും, യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തെ ഒരുമിച്ച് ഉയർത്തുവാൻ ലഭിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും പല ഭവനങ്ങളായിരിക്കുമ്പോൾ തന്നെ അപ്പച്ചൻ്റെ പൊന്നുനാമത്തെ ഒരുമിച്ച് നമുക്ക് ഉയർത്താം. പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ 2-3 പേർ കർത്താവിൻ്റെ സന്നിധിയിൽ എവിടെ കൂടി വരുന്നോ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളതിനെ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമുക്ക് രുചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ചില ഗാനങ്ങൾ പാടുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിയുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളി ലോകെ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെൻ്റെ ആശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനെ, അങ്ങ് മാത്രമാണ് എൻ്റെ സർവസ്വം. ഹല്ലേലൂയ. ആരാധന അങ്ങേക്ക് ആരാധന, എന്നേശുവേ അങ്ങേക്ക് ആരാധന. ഇന്ന് രാത്രികാലം ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നമുക്കിന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. Praise you, Jesus. Hallelujah. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം.
ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയരേ, അങ്ങു മാത്രമാണ് എൻ്റെ സർവസ്വം. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയരേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ഓ ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. You are great, you do miracles so great, there is no one else like you. There is no one else like you, for you are great, you do miracles so great, there is no one else like you. There is no one else like you. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. There's no one else in this world who deserves the greatest honor than our Jesus Christ. Amen. Let's take this opportunity to ask God for that refreshing spirit Amen. to be poured unto us, even though we are in different places. Praise My dear Jesus. children of God, Hallelujah. it's not too hard for God to work among us. So let's sing this stanza once again and worship the Lord. Hallelujah. For you are great, you do miracles so great, there is no one else like you. There is no one else like you, for you are great, you do miracles so great, there is no one else like you. There is no one else like you. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല.
നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അടുത്തൊരു ഗാനം നമ്മൾ ഇങ്ങനെ പാടുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിൻ ആലയമായി. ആരാധനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ഹല്ലേലൂയ. കേവലം നമ്മൾ കുറച്ച് സമയം കർത്താവിനെ പാടി ആരാധിക്കുന്നുവെങ്കിലും നമ്മുടെ ജീവിതമാണ് ആരാധന. റോമാ ലേഖനം 12-ാം അധ്യായം 1-2 നമ്മൾ വായിക്കുന്നു. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ആരാധനയെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയെ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാണ് ആരാധന, നമ്മുടെ നടപ്പാണ് ആരാധന, നമ്മുടെ കിടപ്പാണ് ആരാധന, നമ്മുടെ പ്രവൃത്തിയാണ് ആരാധന. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നത് നല്ല തൈലമാണ് ആരാധന. നമ്മുടെ എന്തൊക്കെയുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്, അത് മൊത്തം കർത്താവിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നത് ആരാധന. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഒരു പ്രാവശ്യം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ നമുക്ക് നല്ലൊരു ആരാധന നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ കർത്താവിനെ സമർപ്പിക്കാം. ഹല്ലേലൂയ. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. എൻ്റെ ജീവിത ശൈലിയായ ആരാധന, ഞാൻ യേശുവിൻ ആലയമായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമായി. എൻ്റെ ജീവിത ശൈലിയാണ് ആരാധന, ഞാൻ യേശുവിനാലയമായി. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. സ്വർഗപിതാവിൻ മാവിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. സ്വർഗപിതാവിൻ മാവിൽ ചേർത്തതിനാൽ ഈ ബന്ധമാണ് ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഏതു നേരത്തും ആരാധന. തിരുക്കരങ്ങളിൽ ആശ്രയം വെച്ചതിനാൽ ഏതു നേരത്തും ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ഓ ജീവൻ തന്ന എൻ്റെ യേശുവിന് എൻ്റെ സ്നേഹമാണ് ആരാധന. ഹല്ലേലൂയ. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ഹല്ലേലൂയ. ജീവൻ തന്ന എൻ്റെ സ്നേഹമാണ് ആരാധന. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. എൻ്റെ യേശുവിൻ പാദത്തിൽ പകരുന്നതാ നല്ല തൈലമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എൻ്റെ ദൗത്യമാണ് ആരാധന. ഇതിലും വിലയേറിയതൊന്നുമില്ലേ, എൻ്റെ ദൗത്യമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് കർത്താവിനെ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ യേശുവേ, ആരാധന. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാൽ. എൻ്റെ ജീവിതമാണ്
യേശുവിലായതിനാൽ എന്റെ ജീവിത ശൈലിയാണ് ആരാധന. ഞാൻ യേശുവിനാലയമായി എന്റെ ജീവിത ശൈലിയാണ് ആരാധന. ഞാൻ യേശുവിനാലയമായി ആരാധ്യനാം we praise you Jesus. We lift up you Jesus. We adore you. We praise you Jesus. Hallelujah. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ഓ ഹല്ലേലൂയ. ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ആരാധ്യനാം ദൈവത്തിന് ജീവയാഗമാണ് ആരാധന. ഓ ജീവൻ തന്ന എന്റെ യേശുവിന് എന്റെ സ്നേഹമാണ് ആരാധന. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാവം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാൽ രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാൽ രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഹല്ലേലൂയ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. അവൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ആമേൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൈകൾ ഉയർത്തി ദൈവത്തിന്റെ നാമത്തിന് പൂവടികൾ കൽപ്പിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാനും പാട്ട് ലീഡ് ചെയ്യുവാനും സിസ്റ്റർ പ്രിസിലെയും ടീമിനെയും ദൈവം സഹായിച്ചല്ലോ. വീണ്ടും ആ ടീമിനെ ദൈവനാമ മഹത്വത്തിനായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവ് അവരെ ഉപയോഗിക്കുമാറാകട്ടെ. നടക്കുവാൻ പോകുന്ന ദൈവവചന ശുശ്രൂഷ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓസ്ട്രേലിയയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയ വചനം അതേ ആത്മാവിന്റെ ശക്തിയോടെ ഇന്ന് ദൈവദാസിയിൽ കൂടി പ്രഘോഷിക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെ നന്നായി അറിയുന്ന ദൈവം നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിനും വേണ്ടുന്നതെല്ലാം നൽകി തരുന്ന, നമ്മളെ കരുതുന്ന, നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം കൽപ്പിക്കുവാൻ കഴിവുള്ള ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പണത്തോടെ ആയിരിക്കാം. ഇന്നത്തെ വചന ധ്യാനത്തിനു വേണ്ടി അതിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ സിസ്റ്റർ മെർലിൻ ബിന്യെ വിക്ടോറിയയിൽ നിന്നും സിസ്റ്റർ എലിസബത്ത് തോമസിനെ ന്യൂ സൗത്ത് വെയിൽസിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. Let us bow our heads in prayer. Gracious and loving Heavenly Father, thank and praise you, Lord Jesus, for this beautiful, beautiful evening time you've given us, O Lord Jesus. Thank you, dear God, for helping us to gather together in your name as sisters in Christ, O Father. Dear God, I want to pray for Bless Australia, for organizing this platform, for all of us to gather together, Lord, even though we are not near to each other, but in spirit we are together. Lord, as we have gathered here, O Lord Jesus, thank you for blessing us. Thank you for being with us, O Master. Thank you, Lord God, that you gave us a wonderful, wonderful time in worship, O Master. Hallelujah, hallelujah. As we wait eagerly, Lord, to listen from you, O Father, we want to pray for our dear sister, Dr. Anu Kenneth, Lord Jesus, as she's going to minister unto us, as she's going to talk to us, O Father, dear God. You speak through her, O Father. You cover under your precious blood, O Lord. Fill her with your heavenly wisdom, O Lord Jesus. As she talks to us, O Lord Jesus, let us be able to experience your mighty love. Let us be able to experience your mighty presence, O Father. Hallelujah, hallelujah. The word that she speaks, O Father, let it reach to the hearts, O Lord Jesus, and it transform our minds, O Master. Thank you once again for everything, Lord Jesus. I want to pray for the organizers, and I want to pray for each and everyone who has joined, Lord, today, O Father. You touch each and every one, O Lord Jesus, and you bless each and every one, O Father. Thank you once again for everything. We commit this meeting in your hands, Lord Jesus. Let your presence lead and guide us, O Lord Jesus. Thank you once again for everything. All honor, glory, I give unto you. In the mighty name of Jesus, I ask and pray. Amen. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അപ്പ അവിടുത്തെ സന്നിധിയിലേക്ക് കർത്താവേ അടിയങ്ങൾക്ക് കടന്നു വന്ന് ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ ഞങ്ങൾക്കിങ്ങനെ സഹോദരിമാരായിട്ട് ബ്ലസ് ഓസ്ട്രേലിയയുടെ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് കർത്താവെ ഇത്രത്തോളം പേർക്ക് ഒന്നിച്ച് അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എൻ്റെ കർത്താവ് ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങേ സന്നിധിയിലേക്ക് കർത്താവെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ് കർത്താവെ. അവിടുത്തെ ഹല്ലേലൂയ ഇമ്പമുള്ള വാക്കുകൾ കർത്താവെ ഇന്ന് രാത്രി ഓരോ ഉള്ളങ്ങളോടും സംസാരിപ്പാൻ അവിടുത്തെ ഹല്ലേലൂയ ശ്രേഷ്ഠദാസിയെ ഹല്ലേലൂയ ഡോക്ടർ അന്നു കന്നത്തിനെ അവിടുന്ന് ശക്തിയോട് ഉപയോഗിക്കുമാറാകണമേ. അങ്ങേക്ക് ഞങ്ങളോട് സംസാരിപ്പാനുള്ളത് കർത്താവെ സ്തോത്രം. നിന്റെ ദാസിയിൽ കൂടെ ഇന്ന് രാത്രി സംസാരിക്കണമേ. ഈ ദേശത്തെ ബ്ലസ് ഓസ്ട്രേലിയ കർത്താവെ ശക്തിയോടെ ഹല്ലേലൂയ ഒരു ഉണർവിന് വേണ്ടി കർത്താവെ ഇവിടെയുള്ള ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ സഹോദരിമാരായ ഞങ്ങളിൽ കൂടെ ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ ഇതൊരാരംഭമായി മാറട്ടെ. ഹല്ലേലൂയ ശത്രു ഉയർത്തിയിരിക്കുന്ന കോട്ടകളെ തകരുന്ന ഹല്ലേലൂയ ഒരു വലിയ വിടുതൽ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുമ്പോൾ, ഒന്നിച്ച് ഞങ്ങൾ ആർപ്പിടുമ്പോൾ കർത്താവ് അത് ചെയ്യുവാൻ, ജനം വിടുതലിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ, അപ്പച്ചനെ ഉള്ളതുപോലെ ഒന്ന് ഹല്ലേലൂയ അനുഭവിച്ചറിഞ്ഞ് ദൈവമക്കളായി ദൈവത്തെ സ്തുതിപ്പാൻ അത് മുഖാന്തരമാക്കുമല്ലോ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങയുടെ കരം
അനുകൂലമായിരിക്കുന്നതിനാൽ സ്തോത്രം. എൻ്റെ സംഘാടകരെയും ഇന്ന് ഹല്ലേലൂയ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന ദൈവ സാന്നിധ്യത്തിനുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവ് തന്നെ സകലത്തെയും കൺട്രോൾ ചെയ്യും. ഹല്ലേലൂയ. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു മാർലിൻ ആൻഡ് എലിസബത്ത് ആൻറ്റി. നിങ്ങളുടെ എല്ലാവരുടെയും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. തുടർന്ന് ഞങ്ങളുടെ മീറ്റിങ്ങുകളുടെ അപ്കമിങ് മീറ്റിങ്ങുകളെ പറ്റി അറിയിക്കുവാനും ഞങ്ങളുടെ തുടർന്നുള്ള കാര്യങ്ങളുടെ ചില അനൗൺസ്മെന്റ്സിനായിട്ടും സിസ്റ്റർ എലിസബത്ത് റോബിൻസനെ ക്ഷണിച്ചുകൊള്ളുന്നു. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. Firstly, like Sunitji said, we would like to thank our Lord Almighty God for enabling us to make this event possible. And secondly, I would like to thank each and every sister who is present here. We understand as ladies, we've got a lot of other responsibilities like family, work, and other commitments. Hence, I would like to take this opportunity to thank each one of you for taking time and the effort to attend this meeting. Thirdly, I like to thank our speaker for the day, Dr. Anu Kenneth from Germany. Currently, she is in Canada and it's early morning, 6 a.m. So, dear sister, thank you so much for sparing your valuable time and for taking the time to minister unto us. With the limited time that I've got 3 things to do. Introduce the ladies coordinators of the Bless Australia team and also introduce to you the Bless Australia literary team, and further to that to make some announcements. Here are the Bless Australia ladies coordinators: Sister Dea Santosh from Perth, Western Australia; Sister Dania Daniel from Alice Springs, Northern Territory; Sister Elizabeth Thomas from Sydney, New South Wales; Sister Smitha Anian from Canberra, ACT; Sister Suni Victor from Brisbane, Queensland; Sister Susan Paul from Adelaide, South Australia; and myself from Melbourne, Victoria. We have a few blessed sisters who have God has blessed them with good writing skills, and they have been busy writing tracts. And let me introduce them to you. Sister Blesley Blessin from Canberra, ACT; Sister Jitu Deepu from Brisbane, Queensland; Sister Shiba Rajan from Melbourne, Victoria; and Sister Sunita Babu from Brisbane, Queensland. These tracts will be made available where it can be downloaded and printed. As you can see on the screen, we have left a space at the end of the tract where you can put your local church details, and it can be handed over during your church evangelism. Let me take this opportunity and ask if any sisters who has joined this meeting, if you have the burden to write tracts, please do get in touch with us, and you can join this literary team and write tracts for which will help in the expansion of the kingdom of God. Next, I would like to go into the announcements or talk to you about the upcoming events. Our Queensland team, a set of brothers and sisters, will be going into one of the aged care facilities in Brisbane. And this is happening on the coming Thursday, 25th of April, which is the Anzac Day. If any of you are in Brisbane and if you would like to tag along, please get in touch with us. The next event is again another aged care ministry, which will be happening here in Melbourne, Victoria. And this will be taking place on Sunday, the 5th of May, 3:30 p.m. If anyone in Melbourne would tag along, please get in touch with us. The next upcoming meeting is a youth meeting. This will be taking place on 13th of May, 2024. A blessed worship leader, Sheldon Begera from Mumbai, will be leading the worship as well as ministering the word of God to us. I encourage every sister who attended this meeting, if you've got kids, please encourage them to attend this meeting on the 13th of May. Thank you. Next, I would like to also take time to share a few other updates that we've been doing. We've got Bless Australia Kids and Bless Melodies that we've been doing
If any of your kids are interested in singing or sharing a short message, please get in touch with us where we can encourage them to do God's kingdom at a younger age. And before I stop or wind up, I will request that if any of you have got the burden to work among kids, or you're already in some capacity working with Sunday school kids, please do get in touch with us and let's bring more younger souls to the kingdom of God. Thank you so much for listening to me, and God bless you all. Thank you, Sister Elizabeth. May God bless all the ministries of Bless Australia. ഡോക്ടർ അനു കെന്നത്തിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും മെസ്സേജസ് കേൾക്കുകയും യൂട്യൂബിലൊക്കെ വാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അത്ഭുതകരമായ രീതിയിൽ തൻ്റെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെടുകയും ആ കുടുംബമായി ഇന്ന് മഹത്വമേറിയ ദൈവ ശുശ്രൂഷയ്ക്കായി അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ അനുവിനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ദൈവം ഉപയോഗിക്കുന്നു. അവർ ജർമ്മനിയിൽ കുടുംബമായി സെറ്റിലായിരിക്കുന്നു. ഇന്ന് നമ്മളോട് വചനം ഘോഷിക്കുവാൻ ദൈവം അയച്ചതാകിയാൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമ്മളോട് എന്ത് കൽപ്പിക്കുവാൻ, എന്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഈ വചനം നമ്മുടെ നിത്യജീവന് കാരണമായി തീരത്തക്കവണ്ണം കർത്താവ് സഹായിക്കേണ്ടതിന്, പരിശുദ്ധാത്മാവ് തന്നെ ഗൈഡായി നമ്മളെ നടത്തേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കടന്നു വന്നിരിക്കുന്ന ഹൃദയങ്ങളെ നന്നായി അറിയുന്ന, നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന, നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നെന്ന ബോധത്തോടെ ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. ഡോക്ടർ അനു കെന്നത്തിനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ കർത്താവിനെ നന്ദി പറയുകയാണ്. ഇന്ന് ഈ സമയത്ത് ബ്ലസ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഫെലോഷിപ്പിൽ, പ്രത്യേകിച്ച് ലേഡീസ് മീറ്റിങ്ങിനകത്ത് കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ വലിയ ഭാഗ്യപദവിയെ ഓർത്ത് പ്രാരംഭത്തിൽ കർത്താവിന് തന്നെ മുഴുവൻ മഹത്വം കൊടുക്കുകയാണ്. എന്നെ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്ത കർത്താവിൻ്റെ അഭിഷക്ത ദാസൻ, ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ബ്രദർ റോബിൻസൺ, അതേപോലെ തന്നെ സിസ്റ്റർ എലിസബത്ത്, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും കണ്ടക്ട് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ഒഫീഷ്യൽസ്, ഇന്ന് സന്നിധിരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കയറിയിരിക്കുന്ന എല്ലാ കർത്തൃദാസിമാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. റോബിൻസൺ ബ്രദർ എന്നോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ബേസിക്കലി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ജർമ്മനിയിലാണ്. പക്ഷെ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടി ഞാനിപ്പോൾ കാനഡയിലായിരിക്കുകയാണ്. അന്നേരം ഞാൻ ടൈം നോക്കിയപ്പോൾ ഇവിടുത്തെ ഏർലി മോർണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷത്തോടു കൂടെ നിങ്ങൾക്കൊരു ഡേറ്റ് തരാൻ പറ്റി. കാരണം നമുക്ക് വേറെ മീറ്റിങ്ങുകളില്ലാത്തപ്പോൾ കിട്ടുന്ന മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് എൻ്റെ കേസിൽ ഞാൻ പറയാം, അങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അതൊന്നും ഞാൻ മിസ്സാക്കാറില്ല. അതിനിപ്പോൾ ഏത് മിഡ് നൈറ്റ് ആണെങ്കിലും ഏത് ഏർലി മോർണിംഗ് ആണെങ്കിലും. കാരണം വചനം സുലഭമായി കിട്ടാത്ത ഒരു സമയം വരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസം കണ്ടെത്താൻ പറ്റുമോ എന്ന് തോന്നുന്ന ഒരു സമയം വരുന്നുണ്ട്. ആ സമയത്തും ജാതികളെയും ദേശങ്ങളെയും കൂരിരുട്ടും അന്ധകാരവും മൂടുമ്പോഴും പ്രകാശം കിട്ടിയ ദൈവമക്കൾ ജയത്തോടെ നടക്കണമെങ്കിൽ ധാരാളമായി വചനവും കൃപയും പെയ്യിച്ചു കൊടുക്കുന്ന ഈ കൃപാ കാലഘട്ടത്തിലും ആര് അവൈലബിൾ ആയിരിക്കുമോ അവർ കേൾക്കുന്ന വചനമായിരിക്കും, അവർക്ക് ലഭിക്കുന്ന കൃപയായിരിക്കും, ഇങ്ങനത്തെ മീറ്റിങ്ങുകൾ കൂടെ അവർ ഏറ്റെടുക്കുന്ന ശക്തിയായിരിക്കും ഒരു ഭയങ്കര പീഡന കാലഘട്ടം വരുമ്പോഴും നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ ഒന്നും മിസ്സാക്കരുത്. എത്ര ബിസി സ്കെഡ്യൂളാണെന്ന് പറയുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ഒരുമിച്ച് കൂടി വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും എല്ലാ ദൈവമക്കളും മാക്സിമം അത് യൂസ് ചെയ്യുക. അതിനെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ഒരു തീം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു തീം കൊടുക്കാനിടയായത്. അതിനൊരു കാരണമുണ്ട്. നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ഇത് അന്ത്യ കാലഘട്ടമാണ്. ഒരാമേൻ പറ. ഇത് അന്ത്യകാലഘട്ടമാണ്. അന്ത്യകാലഘട്ടത്ത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുക അസാധ്യമാണ്.
ഇതേപോലത്തെ ഞാൻ വിശ്വസിക്കുന്നു സൂം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പോലും ദൈവം തുറന്നത് ഒരു കൂട്ടം ദൈവമക്കൾ ഒരുമിച്ച് പല ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി വന്നിരുന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കാനാണ്. ഹല്ലേലൂയ. കോവിഡിന് മുമ്പ് വരെ ഓരോരോ ആലയങ്ങൾക്കകത്ത് ഒതുങ്ങിയത് ഇതിപ്പം ജർമ്മനിയിൽ നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആത്മാവിൽ ഒരേ ആത്മാവോടെ ഒരേ നിയോഗത്തോടു കൂടെ അഭിഷേകം പ്രാപിച്ച ഒരേ ദൈവമക്കൾ വന്നിരുന്ന് ആരാധിക്കുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കളിക്കളത്തിലല്ല പോരാട്ടക്കളത്തിലാണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്ന രാത്രിയായിരിക്കും ഇത്. ഒന്നുകൂടെ പറഞ്ഞേ, കളിക്കളത്തിലല്ല നിൽക്കുന്നത്. ആമേൻ. സ്തോത്രം. കുഞ്ഞിക്കളിയല്ല, പോരാട്ടക്കളത്തിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ ആമേൻ സ്തോത്രം ആത്മയുദ്ധം ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം നോക്ക്. ഞാൻ പറയാം, ഒരിക്കൽ ഈ പൗലോസ് എന്ന് പറഞ്ഞ അഭിഷക്തനെ കർത്താവ് വേർതിരിക്കുമ്പോൾ ദൈവവേലയ്ക്കു വേണ്ടി ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ സുവിശേഷത്തിന്റെ പച്ചയായ വിത്ത് വിതച്ച് സഭകളെ ആമേൻ സ്തോത്രം എഴുന്നേൽപ്പിക്കാൻ, ദൈവരാജ്യത്തിനു വേണ്ടി നിർത്തുവാൻ തക്കവണ്ണം ക്രിസ്തു കഴിഞ്ഞാൽ തിരുസഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ച മനുഷ്യനാണ് ആമേൻ പൗലോസ്. പൗലോസിനെ വേർതിരിക്കുമ്പോൾ പൗലോസിന് ഭയങ്കര ആഗ്രഹമാണ് തൻ്റെ ആയുസ്സുള്ള കാലം മുഴുവൻ ഓരോ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് സുവിശേഷമായി പോകണം. അതിൻ്റെ പിൻപിൽ പേരും ഫോട്ടോയും പെരുമയും പ്രശസ്തിയും ഒന്നുമല്ല ദൈവമക്കളെ. ഒരാത്മാവ് ദൈവരാജ്യത്തിന് വേണ്ടി താൻ മുഖാന്തരം നേടാൻ പറ്റിയാൽ അതത്ര വലിയ കാര്യമെന്ന് വിശ്വസിക്കത്തക്ക നിലവാരത്തിനകത്തുള്ള ഒരു വലിയ അഭിഷേകം തൻ്റെ മേൽ വ്യാപരിച്ചത്. ആമേൻ. ഒരിക്കൽ താൻ ആഗ്രഹിച്ചു ആസിയയിലെ എഫെസോസ് പട്ടണത്തിനകത്ത് പോകണം, സുവിശേഷം പറയണം, സഭകളെ എഴുന്നേൽപ്പിക്കണം, ഹല്ലേലൂയ, ദൈവജനത്തെ വേർതിരിക്കണം, സ്നാനങ്ങൾ നടക്കണം. പക്ഷേ അന്നേരം പരിശുദ്ധാത്മാവ് വിലക്കി. പറഞ്ഞ പരിശുദ്ധാത്മാവ് വിലക്കി. എന്തേ പരിശുദ്ധാത്മാവ് വിലക്കിയത്? പൗലോസിന്റെ ആഗ്രഹത്തിനകത്ത് എന്തായിരുന്നു തെറ്റ്? പൗലോസ് സുവിശേഷം പറയാനല്ലേ ആഗ്രഹിച്ചത്? പൗലോസ് ജനത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കാനല്ലേ ആഗ്രഹിച്ചത്? അതിനല്ലേ എഫെസോസ് പട്ടണത്തിനകത്ത് കാഴ്ച വിട്ടണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ പരിശുദ്ധാത്മാവ് വിലക്കി. ദൈവം പറയാ, ഹല്ലേലൂയ, നീ വെയിറ്റ് ചെയ്യ്, എന്റെ സമയമായിട്ടില്ല. നീ വെയിറ്റ് ചെയ്യ, എന്റെ സമയമായിട്ടില്ല. നിന്റെ ആഗ്രഹം നല്ലതാ, നിന്റെ മേലുള്ള സുവിശേഷത്തിന്റെ ആത്മാവ് കത്തിജ്വലിക്കുന്നത് നല്ലതാ. പക്ഷേ എന്റെ സമയവും കൂടെ ആയെങ്കിൽ മാത്രമേ, നീ കാണുന്നതല്ല, നീ കാണാത്ത മണ്ഡലങ്ങൾക്കകത്ത് ആ ദേശത്തിന്റെ മേലെ വ്യാപരിക്കുന്ന അർത്തിമേസ് ദേവിയുടെ വ്യാപാര ശക്തിയെ സ്തോത്രം ഇല്ലാണ്ടാക്കണമെങ്കിൽ എന്റെ സമയത്ത് നിന്റെ കാലാദേശത്തിന്റെ നടുവിൽ പതിയണം. ഞാൻ എന്തിനാ ഇത് പ്രാരംഭത്തിൽ ഇവിടെ പറഞ്ഞെന്നറിയാമോ? ജോലിയോടുള്ള ബന്ധത്തിനകത്തോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിനകത്തോ, ഹല്ലേലൂയ, പലതരം ഉപജീവന മാർഗത്തോടുള്ള ബന്ധത്തിനകത്തോ, ഫാമിലി ലൈഫിനോടുള്ള ബന്ധത്തിനകത്തോ, വിദ്യാഭ്യാസം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തിൻ്റെ പേരിലാ ഓസ്ട്രേലിയയുടെ മണ്ണിൽ കാൽ ചവിട്ടിയതെന്ന് പറഞ്ഞാലും ഓർത്തോ, നിങ്ങളൊരു ദൈവ പൈതലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാല ഓസ്ട്രേലിയയുടെ മണ്ണിൽ ചവിട്ടുന്നതിന്റെ പിൻപിൽ ദൈവത്തിനു മറ്റൊരു ഉദ്ദേശമുണ്ട്. അത് വിശ്വസിക്കുന്നുണ്ടോ? ലോകത്ത് എത്ര രാജ്യമുണ്ടായിരുന്നു, എന്തേ അവിടെ തന്നെ കൊണ്ട് ദൈവം ഇട്ടത്? അതിന്റെ പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവിക വാഗ്ദത്തം കേട്ട് ദൈവത്തിന്റെ സമയത്ത് നിങ്ങളെ അവിടെ നടുമ്പോൾ, ഹല്ലേലൂയ, ഈ പുറമെ കാണുന്നത് മാത്രമല്ല, ആ ദേശത്തിന്റെ മേൽ കാണാത്ത മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നതിനെ കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജയിക്കാൻ ഒരാത്മയുദ്ധം. നമ്മുടെ ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? എന്തോ പ്രാർത്ഥനാ വിഷയം വന്നാലും, എന്തോ കാര്യം വന്നാലും, ഏതു ദേശമാണെങ്കിലും എല്ലാറ്റിനെയും ഒരേപോലെ കൈകാര്യം ചെയ്യും. എല്ലാറ്റിനെ ഡീൽ ചെയ്യാൻ നമുക്ക് ഒരൊറ്റ മാർഗം നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരൊറ്റ പ്രാർത്ഥനാ ശൈലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്ക്, പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഗൗരവങ്ങൾ മാറി മറിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലികൾ മാറണം. വരുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വ്യത്യസ്തമായ നിലവാരത്തിൽ നേരിട്ടില്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല.
വാഗ്ദത്തങ്ങൾ ശിരസിന്മേൽ കൂടും തോറും എതിരെ വരുന്ന ഫൈറ്റിങ്ങിന്റെ ആഴമം കൂടുമെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് എന്തുവാ എൻ്റെ നേരെ, എൻ്റെ കുഞ്ഞിന്റെ നേരെ, എൻ്റെ സഭയുടെ നേരെ, എൻ്റെ ദേശത്തിന്റെ നേരെ കയറി വരുന്നത്, അത് ആത്മാവിൽ പിടിച്ചെടുക്കുന്നവർക്ക് മാത്രമേ അതേപോലെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്ങനെ അതിനെ തിരിച്ചറിയുന്നേ? വേഗത്തിൽ നോക്കാം. 2 വാക്യങ്ങളൊന്ന് വായിക്കണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരും ആ വേദപുസ്തകം എടുക്കണം, ആ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ എടുത്തവർ ആ കരമൊന്ന് ഉയർത്തി കാണിച്ച്, എടുത്തവർ വേഗത്തിൽ കരം ഉയർത്തിയേ. ഓക്കെ, എഫേസ്യർക്ക് എഴുതിയ ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 11. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് കണ്ടോ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ. ഒന്ന് പറഞ്ഞേ, പിശാചിന്റെ തന്ത്രം. പേടിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ, പിശാചിന്റെ തന്ത്രം. അതിനും തുറന്ന് പറഞ്ഞേ, പിശാചിന്റെ തന്ത്രം. അപ്പൊ പിശാചിന് എന്തോ ഉണ്ട്? തന്ത്രം ഉണ്ട്. ഇനി അതിന്റെ 16-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 16-ാമത്തെ വാക്യം, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പ്. പറ, ദുഷ്ടന്റെ തീയമ്പ്. ഞാനൊരു എക്സാം ഹാളിലാണോ ഇരിക്കുന്നതെന്നൊരു ഫീലിംഗ്. എല്ലാവരും ദേ ബുക്കിലോട്ടൊക്കെ കമന്ന് കിടക്കുന്നു. നല്ലതാ, പോയിന്റൊക്കെ നോട്ട് ചെയ്ത് പതുക്കെ നോക്കിയാൽ മതി. ആവശ്യത്തിലേറെ സമയം തന്നിട്ടുണ്ട്, പതുക്കെ. പക്ഷെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, പിശാചിന് തന്ത്രവും ഉണ്ട്, തീയമ്പും ഉണ്ട്. മനസ്സിലാകുന്നോ? തന്ത്രം വേറെ, അമ്പു വേറെ. സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് വേറെ, വെപ്പൺ വേറെ. ഇത് രണ്ടും രണ്ടാം. തന്ത്രമാണെങ്കിൽ, ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇനി ഞാൻ ഒരു വാക്യം എടുത്ത് വായിപ്പിക്കത്തില്ല, എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു വാക്കുകളൊക്കെ ഒന്ന് റിസീവ് ചെയ്ത് ഈ സെഷൻ ഒന്ന് ആരാധിച്ച് ജയമെടുത്താൻ ഞാൻ പറയുന്നു. ഇന്ന് നമ്മളൊരു വ്യക്തമായ ജയം ആത്മതലത്തെ പ്രാപിച്ചിട്ട് ഈ സൂം മീറ്റിംഗ് വിട്ടു പോകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. തന്ത്രമാണെങ്കിൽ, പിശാച് നിങ്ങളുടെ നേരെ എറിയുന്നതൊരു തന്ത്രമാണെങ്കിൽ, നിങ്ങൾ കയറി യുദ്ധം ചെയ്യാൻ നിൽക്കരുത്, വെട്ടാൻ നിൽക്കരുത്. അത് തന്ത്രമാണെങ്കിൽ അതിനോട് എതിർത്തു നിൽക്കാനേ പാടുള്ളൂ. അതിനോട് റെസിസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ, അതിന്റെ ഡിഫെൻഡ് ചെയ്യാനേ പാടുള്ളൂ. ആ വാറിന്റെ പേരാണ് ഡിഫൻസീവ് വാർ. കേറി യുദ്ധം ചെയ്യരുത്, അത് തന്ത്രമാണ്. തന്ത്രമാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം? കേട്ടോ, തന്ത്രമാണെങ്കിൽ അത് ജഡരക്തങ്ങളിലൂടെ വെളിപ്പെട്ടു വരുത്തുള്ളൂ. ആമേ, ഒരു സ്ട്രാറ്റജിയാണ് അതെങ്കിൽ അത് പുറപ്പെടുവിക്കാൻ പൈശാചിക തലങ്ങൾക്കൊരു സ്തോത്രം മനുഷ്യനെ ആവശ്യമുണ്ട്. അത് ആരുമാകാം, നിങ്ങളുടെ കൊളീഗ്സ് ആകാം, നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ ആകാം, നിങ്ങളുടെ നൈബേഴ്സ് ആകാം, നിങ്ങളുമായി ഒരു പരിചയവും ഇല്ലാത്തവരാകാം. ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ വർക്കിംഗ് പ്ലേസിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ വെറുതെ കുറെ പേര് എന്നെ ദ്രോഹിച്ചുകൊണ്ട് നടക്കുക, ഒരു കാരണവും ഇല്ലാതെ എന്നെ ലജ്ജിപ്പിക്കുകയാണ്. അവരത് പറയുന്നു, ഇവരിത് പറയുന്നു. നോക്ക്, അത് നിങ്ങളുടെ സമാധാനത്തെ കെടുത്താൻ, നിങ്ങളുടെ സ്വസ്ഥതയെ ഇല്ലാതാക്കാൻ, നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി, നിങ്ങളുടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് ചിലരെ കയ്യിലെടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന തന്ത്രമാണ്. ജഡരക്തങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ തന്ത്രവുമായി വരുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ച് 10 പറഞ്ഞ് നിങ്ങൾ അവരെ വെട്ടി യുദ്ധം ചെയ്തല്ല തോൽപ്പിക്കരുത്. നിങ്ങൾ വചനം ഉപയോഗിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാനേ പാടുള്ളൂ. ആമേ, അവർ 5 പറഞ്ഞോണ്ട് തിരിച്ചൊരു പണി കൊടുക്കാന്ന് കരുതരുത്. ജയിക്കുകയല്ല നമ്മള്.
അല്ല. ആമേൻ സ്തോത്രം. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ വരുമ്പോൾ ചില വചനങ്ങളൊക്കെ ഹൃദയത്തിനകത്ത് വരുന്നല്ലോ. അവരുടെ മുമ്പിൽ ഒരു മുഖഭാവം മാറണ്ട. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം വചനം ശക്തമായി പറഞ്ഞ് അതിനോടങ്ങ് എതിർത്ത് നിന്നാ മതി. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പേൻ, അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ആമേൻ. അല്ല, വെപ്പണാണെങ്കിൽ, ആയുധമാണെങ്കിൽ എതിർത്ത് നിന്നിട്ട് കാര്യമില്ല, കേറി യുദ്ധം ചെയ്യണം. ആമേ ആമേ. എങ്ങനെ അറിയാം വെപ്പണാണോ എന്ന് കേട്ടോ? അത് ജഡരക്തങ്ങളിലൂടെ ആയിരിക്കുകയല്ല വെളിപ്പെട്ടു വരുന്നത്. വെപ്പണാണെങ്കിൽ ആ വാക്യം ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരുവിധ ആയുധവും. അപ്പൊ വിരോധമായി എന്തോ ഉണ്ടാക്കപ്പെടുന്നുണ്ട്? ആയുധം. എവിടെയാ ഉണ്ടാക്കപ്പെടുന്നത്? പൈശാചിക തലങ്ങളുടെ ആത്മമണ്ഡലങ്ങൾക്കകത്ത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് വാക്തത്വത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെതിരെ ശക്തമായ മൂർച്ചയുള്ള ആയുധങ്ങൾ എടുത്തെറിയുവാൻ സമയം നോക്കിയിരിക്കുന്ന പൈശാചിക മേഖലകളുണ്ട്. ആ ആയുധം, മൂർച്ചയുള്ള ആയുധം, സ്തോത്രം കേട്ടോ, മരണങ്ങളുടെ രൂപത്തിൽ, അപകടങ്ങളുടെ രൂപത്തിൽ, പൊടുന്നനെ കയറി വരുന്ന ചില ആക്സിഡന്റുകൾ, പെട്ടെന്ന് കയറി വരുന്ന ചില രോഗങ്ങൾ. ചിലര് പറയുന്ന കേട്ടിട്ടില്ലേ, ഒരു കുഴപ്പമില്ലാത്ത കൊച്ചായിരുന്നു, എന്ത് നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നത്, ഒരു പ്രത്യേക സമയം എത്തിയപ്പോഴത്തേക്ക് പരസ്പര വിരുദ്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്ത് ബ്രില്യൻ്റ് ആയിട്ടാ പൊയ്ക്കൊണ്ടിരുന്നത്, ഇപ്പൊ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു പ്രത്യേക മുറിക്കകത്ത് ഇങ്ങനെ അടച്ചിട്ട് കുത്തിയിരിക്കുക, ആരോട് സംസാരിക്കുന്നില്ല, ചർച്ച വരാൻ താല്പര്യം കാണിക്കുന്നില്ല. എന്താ പറ്റിയേ? അത് ഒരു ജഡരക്തവും വന്ന് സ്വത്രഹലില് ചുമ്മാ അതൊന്ന് തോണ്ടിയതിന്റെ പ്രതിഫലനമല്ല ദൈവമക്കളെ. സ്വത്രഹലില് വാക്തത്വമുള്ള നിങ്ങൾക്കെതിരെ നിങ്ങൾ അറിയാതെ തന്നെ മൂർച്ചയുള്ള ആയുധങ്ങൾ വിരോധമായി അവരുടെ ആത്മമേഖലകൾക്കകത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടാൽ നമ്മൾ അത് അറിയുകയില്ല. പക്ഷെ അറിയുന്ന ദൈവമുണ്ട്. ദൈവം അത് അറിഞ്ഞാൽ അറിയിച്ചു തരും. ആരെ? നമ്മളെ. അങ്ങനെ അറിയിച്ചു തന്നിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം അറിയിച്ചു തന്നിട്ടുണ്ട്. അറിയിച്ചു തരാൻ പ്രധാനമായും 2 റലങ്ങളാണുള്ളത്. ഒന്ന് ഫിസിക്കൽ റലം അല്ലെങ്കിൽ ഭൗമമണ്ഡലം, 2 സ്പിരിച്വൽ റലം അല്ലെങ്കിൽ ആത്മമണ്ഡലം. സ്തോത്രം. ഭൗമമണ്ഡലത്തിനകത്ത് നടക്കുന്നതിനെ കുറിച്ചല്ല വറീഡാകേണ്ടത്. ആത്മമണ്ഡലത്തിനകത്ത് എന്തുവാ നടക്കുന്നത്, അതാ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ കണ്ണിൽ പിടിച്ചെടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്കേ പറ്റത്തുള്ളൂ. അത് ഞാൻ എടുത്തു പറയുന്നു. വേർതിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കല്ലാതെ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞാൽ അവർക്കൊട്ട് കേൾക്കാൻ സമയമില്ല. അവരിങ്ങനെ ഓടുകയാ. ഞാൻ ഇതിനകത്തിരിക്കുന്ന ഈ കൂട്ടത്തിൽ നോക്കി ആത്മാവിൽ ഒരു കാര്യം പ്രവചിക്കട്ടെ. അടുത്ത ദിവസം നിങ്ങൾ എത്ര ബിസിയാണെന്ന് പറഞ്ഞാലും ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഉപവാസം ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ വേർതിരിയാനോ ദൈവം ഒരു നിയോഗം തരുന്നുണ്ടെങ്കിൽ എത്ര സമയമില്ലെങ്കിലും സമയം ഉണ്ടാക്കി ചിലതിന്റെ പേരിനെ അതരത്തിനകത്തെടുത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. കാരണം നിങ്ങൾ അറിയാതെ വിരോധമായി സൃഷ്ടിക്കപ്പെടുന്ന ചില ആയുധങ്ങളെ ക്യാൻസൽ ചെയ്യാനുള്ള നിയോഗമാ ദൈവം മുന്നമേ തരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ആണേ, നിങ്ങൾ പേടിക്കരുത്. എനിക്കൊരു എക്സാമ്പിൾ പറയാം. ഒരാളുടെ പേര് എടുത്തല്ലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. സുനി സിസ്റ്ററിന്റെ പേര് തന്നെ എടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. എക്സാമ്പിൾ ആണേ സിസ്റ്ററെ, പ്രവചനദൂതൊന്നും അല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ആ കുടുംബം ശക്തമായി ആരാധിച്ച് പ്രാർത്ഥിച്ച് വാക്തത്വത്തിനു വേണ്ടി വില കൊടുത്തു നിൽക്കുന്ന ഒരു കുടുംബമാണെന്നിരിക്കട്ടെ.
പൈശാചിക കണ്ണുകൾ ദൃഷ്ടി വെക്കുന്ന ഒരു സമയം. എന്താ തെളിവ്? ഒരിക്കൽ ദൈവവും ദൈവത്തിന്റെ പുത്രന്മാരും നിൽക്കുന്ന സന്നിധിയിലേക്ക് സാത്താൻ വരുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിനക്കെന്താടാ ഇവിടെ കാര്യമെന്നല്ല, ഞാനും എൻ്റെ പുത്രന്മാരും കൂടെ കൂടുന്നിടത്ത് നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്നല്ല. ദൈവം ചോദിക്കുന്ന ചോദ്യം, നീ എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വച്ചുവോ? ദൃഷ്ടി വെച്ച കാര്യം ആരറിഞ്ഞില്ല? ഇയ്യോബ് അറിഞ്ഞില്ല. പക്ഷെ ആരറിഞ്ഞു? ഇയ്യോബ് പ്രാർത്ഥിക്കുന്ന ദൈവം അറിഞ്ഞു. ഇത് തന്നെയാ ഇന്ന് നടക്കുന്നത്. ഇത് തന്നെയാ ഇന്ന് നടക്കുന്നത്. അറിഞ്ഞെന്ന് മാത്രമല്ല, അറിഞ്ഞതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സ്വർഗവും കൂടെ, പിടിച്ച് നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു സ്വർഗവും കൂടെ. ഞാൻ ഒരു കാര്യം പ്രവചിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി സദാസമയം വാദിക്കുന്ന ഒരു സ്വർഗീയ മേഖലകൾ എപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. ആരുമില്ലെന്നല്ല, ഒന്നും കാണുന്നില്ലെന്നല്ല, നിങ്ങൾക്ക് വേണ്ടി സദാസമയം ചലിക്കുന്ന ഒരു ഹെവൻലി റെലം എപ്പോഴും ഓപ്പൺ ആണ്. അത് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന അനുകൂലതയുടെ ഭാഗമാണ്. സിസ്റ്റർ ശക്തമായി പ്രാർത്ഥിച്ച് ആരാധിച്ചു പോകുമ്പോൾ പെട്ടെന്ന് പൈശാചിക തലത്തിനകത്ത് ഒന്ന് വന്നിട്ട് തലമുറയുടെ മേലോ ആ കുടുംബത്തിന്റെ മേലോ അവരുടെ ഭാവിക്കെതിരെയോ ദൃഷ്ടി വെക്കുമ്പോൾ സിസ്റ്റർ അറിയുന്നില്ല. പക്ഷെ അറിയുന്ന ദൈവം സിസ്റ്ററിനെ അറിയിച്ചു കൊടുക്കും. എങ്ങനെ അറിയിച്ചു കൊടുക്കും? സിസ്റ്ററെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സൺഡേ വർഷിപ്പിന് പോകുമ്പോൾ പുൾപിറ്റിൽ നിൽക്കുന്ന കർത്തൃദാസന്മാർ വചനം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇതിലേതെങ്കിലും ഒരു ഭാഗം തൊട്ട് സംസാരിക്കും. അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നിങ്ങളോട് ഡയറക്റ്റ് ഇടപെടും, അല്ലെങ്കിൽ ദർശനം കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ മീറ്റിങ്ങുകൾക്കകത്ത് ക്ഷണിക്കപ്പെട്ട കർത്തൃദാസിദാസന്മാരിൽ കൂടെ വ്യക്തമായ പ്രവചന ദൂത് കയറി വരും. ഇതൊന്നുമല്ലെങ്കിൽ കേട്ടോ, ദൈവത്തിന് അറിയിച്ചു തരാനുള്ള വെരി ഈസിയസ്റ്റ് വേ ഏതാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കുന്നവരാണെങ്കിൽ രാത്രി കാലങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആമേൻ. വരാനിരിക്കുന്നത് സ്വപ്നങ്ങളെ പിടിച്ചെടുക്കുന്നവരാണോ നിങ്ങള്? ചിലര് പറയുന്നതാ, പെട്ടെന്ന് വീട്ടിനകത്ത് ഒരു മരണം പോലെ സ്വപ്നത്തിൽ കിട, പിശാചി പേടിപ്പിക്കാൻ ചെയ്തതായിരിക്കും. പിന്നെ അതിനെപ്പറ്റി ഓർക്കൂ, പ്രാർത്ഥിക്കൂ, ഒന്നും ചെയ്യുന്നതായിട്ട് സ്വത്രം ഞാൻ ശ്രദ്ധിക്കൽ കാണുന്നില്ല. അതിനെ അങ്ങ് തള്ളിക്കളയോ. അയ്യോ, പിശാചി പേടിപ്പിക്കാനല്ല, ദൈവം അത് അറിയിച്ചു തരുന്നതാണ്. അവിടെ എന്തൊക്കെയോ നടക്കുന്നെന്നുള്ളത് ദൈവം നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ്. അത് തന്ത്രമല്ല, അത് വെപ്പണാണ്, അത് ആയുധമാണ്. അത് ഒരു ജഡരക്തങ്ങളിലൂടെ അല്ലല്ലോ വെളിപ്പെട്ട് വന്നത്, അത് സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെയല്ലേ ദൈവം വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ ചുമ്മാ ഒരു വാക്യം പറഞ്ഞ് ഒരു ഉഴപ്പിയ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എതിർത്ത് നിന്ന പോരാ, ശക്തമായി ആ സ്വപ്നം കാണുന്ന സമയത്ത് തന്നെ, ആ ദൂതറിയിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മുറിയെ ശക്തമായ ഒരു പോരാട്ടക്കളമായി മുട്ടിന്മേലിരുന്ന്, ഇനി ഞാൻ പറയാം എന്താ ചെയ്യേണ്ടത്. ശരീരം കൊണ്ട് ഇവിടെ ഇരിക്കുമ്പോ തന്നെ നിങ്ങളുടെ ആത്മാവ് സഞ്ചരിക്കേണ്ടടുത്ത് സഞ്ചരിച്ച് പൈശാചിക കോട്ടങ്ങളുടെ അകത്തേക്ക് കയറി ആയുധത്തെ ക്യാൻസൽ ചെയ്യണം. ഞാൻ എടുത്തു പറയുന്നു, എന്തെങ്കിലും കയറി ശരീരത്തിലും തലമുറയിലും കുടുംബത്തിനകത്തും വന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ആമേൻ. പിന്നെ പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. അത് വരുന്നതിന് മുൻപേ അറിയിച്ചാൽ അതിനെ ക്യാൻസൽ ചെയ്യാനുള്ള സമയം ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി കാണിച്ചാൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം കാരണം അല്ലെങ്കിൽ അടുത്തടുത്തത് മനസ്സിലാകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. ആമേൻ, ആമേൻ. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം. ഈ വർഷങ്ങളായിട്ടൊക്കെ തളർന്നു കിടക്കുന്ന രോഗികൾ പല പ്രാവശ്യം എനിക്ക് വന്ന ഒരു അനുഭവം ഞാൻ പറയാം.
ചില അങ്ങനത്തെ വീടുകളിലൊക്കെ നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കും. അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ആധിക്യത്തിൻ്റെ ഭാഗമായിട്ട് എണ്ണയോ വെള്ളമോ ഒക്കെ അവരെടുത്തു വെക്കും. എന്നിട്ട് പറയും, പാസ്റ്ററെ, സിസ്റ്ററെ, ഇതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, എത്ര വർഷം കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ കിടക്കുകയാ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതലില്ല. നമ്മളും വലിയ ആഗ്രഹത്തോടൊക്കെ ചെന്ന്, ഇതെൻ്റെ വ്യക്തിപരമായി നടന്ന അനുഭവമാണ് കേട്ടോ, വലിയ ആഗ്രഹത്തോടെ ചെന്ന്, കർത്താവേ, അങ്ങ് റാഫയാകുന്നു, അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. അങ്ങ് തൊട്ട സൗഖ്യമാകാത്ത രോഗങ്ങളില്ലല്ലോ. ഈ മനുഷ്യനെ സ്വത്ര രക്ഷിക്കണമേ. തിരിച്ച് സ്വത്ര നിർജീവത്വം വ്യാപരിച്ച ശരീരത്തിനകത്ത് അങ്ങയുടെ ജീവന്റെ തുടുപ്പുകളെ പകരണേ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങാൻ നേരത്ത് പല പ്രാവശ്യം പരിശുദ്ധാത്മാവെന്നെ വിലക്കിയിട്ടുണ്ട്. പല പ്രാവശ്യം വിലക്കിക്കഴിഞ്ഞാൽ പിന്നെ അതോറിറ്റിയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രമാണമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ മുമ്പിൽ അത് കാണിക്കാൻ പറ്റൂ? ഇല്ല. നമ്മൾ എന്തോ ചെയ്യും? എങ്ങനെയെങ്കിലുമൊക്കെ 1-2 വാക്ക് പ്രാർത്ഥിച്ച് തിരിച്ച് വണ്ടി വന്നിരിക്കുമ്പോഴോ വീട്ടിൽ വന്നിരിക്കുമ്പോഴോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താ കർത്താവേ, ഒരു സൗഖ്യമല്ലേ പ്രാർത്ഥിച്ചത്, എന്തിനാ അങ്ങ് വിലക്കുന്നേ? ദൈവം പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ഞാൻ പറയാം. ഞാൻ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചായിരുന്നു. ആമേൻ. പല പ്രാവശ്യം എൻ്റെ ദാസന്മാരെ വിട്ട് വിവിധ വചനങ്ങളിലൂടെ, പ്രവചനങ്ങളിലൂടെ ഞാൻ അറിയിച്ചതാ, ഇങ്ങനെ ചിലത് കയറി വരുന്നുണ്ട്, ഗൗരവകരമായി കണ്ടതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചോണം. പക്ഷേ അന്നേരം അതിനെ സീരിയസ് ആയി കണ്ടില്ല, പ്രാർത്ഥിക്കാൻ സമയമെടുത്തില്ല, ആ വെപ്പണെ ക്യാൻസൽ ചെയ്തില്ല, അതോറിറ്റി യൂസ് ചെയ്തില്ല. അവസാനം ശരീരത്തിനകത്ത് കയറി വന്നതിന് ശേഷം നെട്ടോട്ടമോടുക. സ്പിരിച്വൽ റലങ്ങൾക്കകത്ത് ഉണ്ടാക്കുന്ന ഷാർപ്പായിട്ടുള്ള വെപ്പൺ ഫിസിക്കൽ റലങ്ങളിലേക്ക് എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപേ ക്യാൻസൽ ആക്കാൻ ഒരു അതോറിറ്റി ഇന്ന് രാത്രിയോ ദൈവമക്കളെ ദൈവം പകർന്നാൽ പിന്നെ നിങ്ങൾ മടി കാണിക്കരുത്, കയ്യും കെട്ടി നോക്കിയിരിക്കരുത്, അതരം അടച്ചു പിടിക്കരുത്. നിങ്ങൾ അതരം തുറന്നാലേ ജയം ഉണ്ടാകൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതരം തുറക്കണം, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ ജയമെടുക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനാ തലമുറകളെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാൻ പറയുന്നേ? അയ്യോ, എന്റെ കൊച്ച് ഭയങ്കര സേഫ് സോണില്, അവൻ പഠിച്ചു, അവൻ ജോലി കിട്ടി, അവനെല്ലാം കിട്ടി, ഒരു കുഴപ്പമില്ല. നോക്ക്, ഇന്ന് കാണുന്നതല്ല, പേടിപ്പിക്കാൻ പറയുകയാണെന്ന് കരുതരുത്. വരാനിരിക്കുന്നതിനെ ആരാ തിരിച്ചറിയുന്നേ? എന്തായാലും ഈ 164 പേരെ ഈ മെസ്സേജ് കേൾപ്പിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടല്ലോ, എന്തായാലും ഒരു ഉദ്ദേശമുണ്ടല്ലോ. തീയമ്പേതാ തന്ത്രമേതാന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ മനുഷ്യർ പറയുമ്പോഴാ നമ്മൾ കയറി യുദ്ധം ചെയ്യാൻ നിൽക്കുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ചില സ്വപ്നങ്ങളും ദർശനങ്ങളും കാണിക്കുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കും. അതെന്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവമക്കളെ, മനുഷ്യർ ചിലത് പറയുമ്പോൾ അതിനോട് കയറി യുദ്ധം ചെയ്ത് നിങ്ങളുടെ ഉള്ള സമാധാനവും കൂടെ കളയല്ലേ. അത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് വചനം ഉപയോഗിച്ച് അതിനെ വിട്ടുകളഞ്ഞേക്ക്. പക്ഷേ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട വേറൊരു മേഖല കിടക്കുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾ എന്താ മിണ്ടാണ്ടിരിക്കുന്നേ? ആമേൻ, ആമേൻ. എതിർത്തു നിൽക്കേണ്ടടുത്ത് യുദ്ധം ചെയ്താലും, യുദ്ധം ചെയ്യേണ്ടടുത്ത് എതിർത്ത് നിന്നാലും ജയം കൈവരികയാണ്. ഇതിനും കൂടെ ഞാനൊരു തെളിവ് പറയാം. ഗത്സമേനിനെ പ്രാർത്ഥിക്കാനായിട്ട് 3 ശിഷ്യന്മാരെ കൊണ്ടുപോയി. യേശുവിനെ നന്നായിട്ട് അറിയാം ചിലത് കയറി വരുന്നുണ്ടെന്ന്. അതിനെ ജയിക്കാനാണ് മുൻപ് കൂട്ടി രാത്രി പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഇവര് നല്ല സുഖമായി കിടന്നുറങ്ങി, ഇവരിതൊന്നും അറിഞ്ഞില്ല. യേശു ശക്തമായി പ്രാർത്ഥിച്ച് ദൂതനിറങ്ങി ജയമെടുക്കേണ്ട എല്ലാ മേഖലകൾക്കകത്തും ജയമെടുത്ത് ബലഹീനതയെ ജയിച്ച് ഭയങ്കര പവർഫുൾ ആയിട്ട് വരാനുള്ളതിനെ നേരിടാൻ ശക്തിയോടെ നിൽക്കുകയാ. പത്രോസ് ഇതൊന്നും അറിയുന്നില്ല. പത്രോസ് നല്ല ഉറക്കോ. അവസാനം തോട്ടത്തിൽ കയറി പടയാളി വെട്ടിയപ്പോഴാണ് ആ മനുഷ്യനെതിരെ പത്രോസ് വാളെടുക്കുന്നത്. അപ്പൊ യേശു പറയാ, എന്നാത്തിനാ? എടാ, നിന്റെ മുമ്പിൽ ഇപ്പോൾ വെളിപ്പെട്ടു വന്നത് ജഡരക്തമാ. അവനെ കയറി വെട്ടിട്ട് എന്താടാ കാര്യം? യുദ്ധം ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയല്ലോ. പക്ഷെ അവിടെ നീ എന്തായിപ്പോയി? നീ ഉറങ്ങിപ്പോയി.
കറക്റ്റ് ആണോ ദൈവമക്കളെ? യേശുവിന്റെ നാമത്തിൽ ചിലര് ചിലതുമായിട്ട് അങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് അങ്ങോട്ട് ആമേസ്തോത്ര സഹിക്കാൻ പറ്റാത്തത്, പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്, അവരത് പറഞ്ഞു ഇത് പറഞ്ഞു, എന്റെ കൊച്ചിന്റെ നേരെ അങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ തുറച്ചു നോക്കി, അവർ എതിർ പ്രാർത്ഥന ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായി അസ്വസ്ഥപ്പെടുന്നത്, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിന്റെ ആഴങ്ങളെ മനസ്സിലാകാത്തോണം. എന്തോ പരിശുദ്ധിയപ്പാവ് പറയുന്നു, മനുഷ്യരെ വെറുതെ വിടുക, അതിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനോട് ദൈവജനം യുദ്ധം ചെയ്തു തുടങ്ങട്ടെ. ഹസ്തപ്രൗഢം ചെയ്ത് ഈ ദിവസങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങളെ നിങ്ങൾ ഭയങ്കര ഗൗരവകരമായി എടുക്കണം കേട്ടോ. നിങ്ങൾക്കിതിന്റെ അടയാളം ഞാൻ പറയാം. ആമേസ്തോത്രഹാലേ, ഇന്ന് രാത്രി മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞാൽ ചില ആമേസ്തോത്ര ഹെവൻലി ഡ്രീംസ് പരിശുദ്ധിയപ്പാവ് കാണിക്കും. അപ്പോൾ തന്നെ പൈശാചിക കോട്ടകൾക്കകത്ത് ഒരുക്കപ്പെടുന്നതും കൂടെ ആത്മാവിൽ കാണിച്ചു തരാൻ ദൈവം തയ്യാറാ. നമുക്ക് ക്ഷീണം മാറ്റാനുള്ള മാർഗം ഉറക്കം. പക്ഷെ ദൈവത്തിന് അങ്ങനല്ല. ആമേസ്തോത്രം, എന്തുവാ നടക്കുന്നതെന്ന് കാണിച്ചു തരാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗവും കൂടാ രാത്രി കാലങ്ങളിലെ ഉറക്ക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എന്തോ ദൈവം ആമേസ്തോത്ര ഹല്ലേലൂയ കാര്യമായി അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കരുത്. അപ്പോ തന്നെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഒരു വചനം പറഞ്ഞ് 1 മിനിറ്റത്തെ പ്രാർത്ഥനയിൽ അതിനെ ഒതുക്കി കളയരുത്. ഞാൻ എടുത്തു പറയുന്നു, ശരീരം കൊണ്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്പിരിച്വൽ റലത്തിനകത്ത് മൂവ് ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ പ്രാർത്ഥനയുടെ അടുത്ത തലം. സ്പിരിച്വൽ റലങ്ങളെ കാണാൻ പഠിക്കണം. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ ഞാൻ പറയുന്നു, മലയാളമല്ല, അന്യ ഭാഷകൾക്കകത്തു തന്നെ ആരാധിച്ച് ആ വെപ്പണെ നിങ്ങൾ നിർവീര്യമാക്കി എന്ന് ബോധ്യം വരാതെ നിങ്ങളുടെ പ്രാർത്ഥന പായിൽ നിന്ന് എഴുന്നേക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, ശരീരത്തിൽ വന്നിട്ട് ഞാൻ ഗൗരവപരമായി കാണുന്നുള്ളൂ. തലമുറയ്ക്ക് നേരെ എറിഞ്ഞിട്ട് എന്തിനാ ദൈവമക്കൾ? അല്ല പിന്നെ അത്രയും അതോറിറ്റി വേണമല്ലോ, എന്തിനാ അതിന് കാത്തു നിൽക്കുന്ന? ഞാനിത് പറയുമ്പോൾ വ്യക്തമായി പരിശുദ്ധി, അപ്പം ഞാൻ നിയോഗത്തോടെ കേട്ടോ ഈ ടീം ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ എല്ലായിടങ്ങളിലും ഇത് സംസാരിക്കുകയില്ല. എനിക്ക് വ്യക്തമായി നിയോഗം വേണം. പരിശുദ്ധി ആത്മാവ് പറയുന്നല്ലോ, ഇത് പറയുമ്പോൾ ഈ വർഷങ്ങളിൽ ആത്മയുദ്ധത്തിന് തയ്യാറാകുന്ന ചിലരുടെ ഭവനങ്ങളിൽ നിന്ന് മരണദൂതന്മാരെ ദൈവം വഴി തിരിച്ചു വിടുക. ചില മരണദൂതന്മാര് മരണത്തിന്റെ ലാഭത്തിന്റെ സ്വരങ്ങളെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഭവനത്തിൽ നിന്ന് ദൈവം വഴി തിരിച്ചു വിടുകയാ. എൻഡിങ്ങിനകത്ത് സന്തോഷത്തോടു കൂടെ കാലെടുത്തു വെച്ച് അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കരുത്. ചില വിലാപത്തിന്റെ സ്വരങ്ങൾ കേൾപ്പിക്കണമെന്ന് ഭയങ്കരമായി വാദഗതികൾ കിട്ടുന്ന, മനസ്സിനെ ശരീരത്തെയും അസ്വസ്ഥപ്പെടുത്തുന്ന, എന്തെന്നില്ലാതെ എവിടെ നിന്നില്ലാതെ ബാക്ക് ടു ബാക്ക് കയറി വരുന്ന എല്ലാ പോരുകളെയും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം നസ്രയനായ യേശുവിന്റെ നാമത്തിനകത്തെ ആയുധത്തെ നിർവീര്യമാക്കുന്നു. I cancel each and every satanic weapon in the mighty name of Jesus. Jesus. അതിനുള്ള അതോറിറ്റി എനിക്ക് ഉണ്ടോ സിസ്റ്റർ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നിങ്ങളെന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് പറയുന്നില്ല സം പ്രൊഫറ്റ്സ്, സം അപ്പോസ്റ്റൽസ്, സം പാസ്റ്റേഴ്സ്. നോ,
നിങ്ങൾ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാൻ വില കൊടുത്തു മേടിച്ച നിങ്ങൾ എന്ത് ഈ ഭൂമിയെ കെട്ടുന്നോ അത് അവിടെ കെട്ടപ്പെട്ടിരിക്കും. നമുക്ക് പലപ്പോഴും അതോറിറ്റി യൂസ് ചെയ്യാൻ വയ്യ. നമ്മൾ ഒരു പ്രാർത്ഥനാ വിഷയം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം അതിനകത്ത് ചഞ്ചലപ്പെടാനും ആകുലപ്പെടാനും വറീഡാവാനും ടെൻഷൻ ആകാനോ അയ്യോ ഹല്ലേലൂയ സ്തോത്രം ദുഷ്ടതയെ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു പറഞ്ഞു നടക്കാനേ നമുക്ക് ടൈമുള്ളൂ. ആമേ ആരാ ദൈവമക്കളെ ഈ അന്ത്യ കാലഘട്ടത്ത് ആമേ നാവ് തന്നിട്ടുണ്ടല്ലോ, അന്യഭാഷ തന്നിട്ടുണ്ടല്ലോ, വീട്ടിനകത്തിരുന്ന് അതിനെ കത്തി ജ്വലിപ്പിച്ച് ആരാധിക്കുന്ന അവന്റെ മുമ്പിൽ ഏത് പൈശാചിക തലമോ ജയിക്കുന്ന ഒരു വഴിയായി വരുന്നവനെ 7 വഴിയായി ചിതറിച്ചു കളയുന്നതാ നിങ്ങളുടെ വിജയം. നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിൽ ആമേ സ്തോത്രം വ്യാപരിച്ചപ്പെടുന്ന അഭിഷേകത്തെ ഒന്നുകൂടെ നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. ഇപ്പോഴും നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരാളുടെ സഹായം ചോദിക്കുന്നുണ്ടോ? ആമേ കുറെ പേര് കൂടി വന്നിരുന്നാൽ നോക്ക് അതിനകത്തൊരു ജയമുണ്ട്. പക്ഷെ ചിലതിനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് പരിശുദ്ധ അപ്പാവ് ദൂത് പറയുക. റേഖാദികൾ 4-5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ആമേ സ്വത്രഹല എന്റെ വചന ശുശ്രൂഷയ്ക്ക് ഞാൻ വിരാമമിടും. അതിനു മുമ്പ് വ്യക്തമായ ചില റിസൾട്ടുകൾ എനിക്ക് ആമേ സ്പിരിച്വൽ ആമേ റലങ്ങളിൽ എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. യേശുവിന്റെ നാമത്തിനകത്ത് നോക്ക് ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ഈ മെഡിക്കൽ ഡോക്ടേഴ്സ് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ ലെപ്രസി ബാധിച്ച പേഷ്യൻസിന്റെ ആമേ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോകേണ്ടതായിട്ട് വരുമോ? ആമേ സ്വത്ര ഇവര് വന്ന് ഹല്ലേലൂയ സ്വത്ര പറയുന്നതാ. രാവിലെ നമ്മൾ റൗണ്ട്സിന് മുമ്പ് ഇവര് വന്ന് പറയുന്നതാ, ഡോക്ടറെ ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോൾ എനിക്ക് 5 വിരലുണ്ടായിരുന്നു, ഇന്ന് നോക്കിയേ 4 വിരലേ ഉള്ളൂ. എന്ത് കൂളാട്ടം വന്ന് പറയുന്നതെന്ന് അറിയോ? ഭയങ്കര ചിരിച്ച മുഖത്തോടൊക്കെ വന്ന് പറയുന്നേ. എന്തേ തലേന്നൊന്ന് എലി കരണ്ടോണ്ട് പോയതൊന്നും ഇവരറിഞ്ഞില്ല. അറിയാനുള്ള സെൻസേഷൻ ഇല്ല. ഒരു കാര്യം വന്ന് വിരലിൽ കടിച്ചാലോ മുറിച്ചാലോ ആമേ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനകത്ത് ബ്രെയിൻ ഇമ്പൾസ് പുറപ്പെടുവിച്ച് പെയിൻ ഇമ്പൾസ് പുറപ്പെടുവിച്ച് ആമേ സ്വത്ര അതിനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ആമേ സ്വത്ര സെൻസേഷൻ പവർ ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ടല്ലേ ഇത്ര കൂളായിട്ട്. എന്തുവാ ഞാൻ പറഞ്ഞതെന്നറിയോ? ഇന്നലകളിലും ചിലത് കൊണ്ടുപോയിട്ടും അറിയാതെ കൂളായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ സ്പിരിച്വൽ സെൻസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ തിരികെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കൊണ്ടുപോകുന്നത് അറിയുകയല്ല പറ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റിയിലേക്ക് ഞങ്ങൾ മടങ്ങി വരിക. ഒരു ദേശത്ത് കാൽ ചവിട്ടുമ്പോൾ, ഒരു ഭവനത്തെ കാൽ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം അവിടെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. ഒരാളോട് സംസാരിക്കുമ്പോൾ അതേ ദൂതിനെ ദൈവം ഇങ്ങനെ വഴിതിരിച്ചു വിടും. നോക്കിയേ, ഒരാളോട് സംസാരിക്കുമ്പോൾ ചിരിച്ച മുഖത്തോടാ ആന്റി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വന്നാലും പിൻപിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ആമേ ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിച്ച്, എനിക്ക് സൂം പ്ലാറ്റ്ഫോമിന്റെ പരിധികൾ അറിയണ്ട, ഒരുമിച്ച് ആരാധിച്ച് ജയമെടുക്കാൻ ഒരു നിയോഗമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേ സ്തോത്രം. ഈ കെട്ടുക എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുക എന്നുള്ളതിന് ഞാൻ വായിച്ച ട്രാൻസ്ലേഷനിൽ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ ആണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേ അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. പറ പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞ തടയുക. നിങ്ങൾക്കെതിരെ കയറി വരുന്നത് നിങ്ങൾക്ക് പ്രൊഹിബിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. പ്രൊഹിബിറ്റ്. നിങ്ങൾ ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്താൽ അത് അവിടെയും പ്രൊഹിബിറ്റ് ചെയ്യും. ആമേൻ. ഒരു വാക്തത്വം നിങ്ങൾ കേട്ടാൽ ആ വാക്തത്വത്തിനെതിരെ കൊണ്ടുവരുന്ന സകലത്തെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ പ്രൊഹിബിറ്റ് ചെയ്യാം. ആമേൻ. അഴിക്കുക എന്നുള്ള വാക്കിന് ഞാൻ വായിച്ച ട്രാൻസ്ലേഷനിൽ ഏറ്റവും നല്ല ട്രാൻസ്ലേഷൻ ആണ് പെർമിറ്റ് ചെയ്യുക. പറ പെർമിറ്റ്. കഴിയുമെങ്കിൽ ഈ 2 വാക്കൊന്ന് ഹൃദയത്തിലോ ബുക്കിലോ നോട്ട് ചെയ്തോ. പ്രൊഹിബിറ്റ് ആൻഡ് പെർമിറ്റ്. പെർമിറ്റിന്റെ മലയാളം പറഞ്ഞ പെർമിറ്റിന്റെ മലയാളം എന്തുവാ? ആമേ സ്വത്രം. അനുവദിക്കുക. എഗെയിൻ ആമേ സ്വത്രം. ഞാൻ സുനി സിസ്റ്ററോട് പ്രവചനാത്മാവിൽ ഒരു ദൂത് പറഞ്ഞാൽ, ആമേ ഫോർ എക്സാമ്പിൾ അവരുടെ കുടുംബത്തിന് വരുന്ന ഒരു നന്മ, ഒരു വാക്തത്വം, ഒരു ദൂത് പറഞ്ഞാൽ, സിസ്റ്ററെ നിങ്ങൾക്കത് കണ്ണിൻ മുൻപാകെ കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇവിടെ വച്ച് അതിനെ പെർമിറ്റ് ചെയ്യാം.
അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അതിനെ നിങ്ങൾക്ക് ആത്മതലത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് അവിടെ പെർമിറ്റ് ആകും. പിന്നെ എത്ര ദുഷ്ടപിശാച് വന്ന് തോണ്ടിയാലും ആ വാക്തത്വത്തെ തൊടാൻ പറ്റത്തില്ല. എവിടെയാ പ്രശ്നം എന്നറിയാവോ? ദൂത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നതാ പ്രശ്നം. അതരം തുറന്ന് അതിനെ ഒന്ന് പെർമിറ്റ് ചെയ്യാമോ നിങ്ങൾക്ക്? അത് അങ്ങനെ തന്നെ എന്ന് നിങ്ങൾ പെർമിറ്റ് ചെയ്യുന്നിടത്തോളം കാലം പൈശാചിക തലങ്ങൾക്ക് അതിനകത്ത് കാര്യമില്ല. നമുക്കാകെ അറിയുന്ന സ്വർഗസ്ഥനായ പിതാവേ, കർത്താവ് അങ്ങ് എല്ലാ കാര്യങ്ങളും അറിയുന്നല്ലോ, അങ്ങ് അതിനെ തൊടണമേ, ആമേസ്തോത്രം, അങ്ങയുടെ ആമേസ്തോത്രം, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചോ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കി പ്രാർത്ഥനാ ശൈലികളെ മാറ്റി. അതോറിറ്റി യൂസ് ചെയ്യേണ്ടടുത്ത് അതോറിറ്റി യൂസ് ചെയ്യുക. ക്യാൻസൽ ആക്കേണ്ടടുത്ത് ക്യാൻസൽ ആക്കുക. കുടുംബത്തിനകത്ത് സമാധാനമില്ലേ? സമാധാനത്തെ വിളിച്ചു വരുത്തുന്ന നിലവാരത്തെ അതിനെ പെർമിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. കൊച്ചു നേരെയാകുന്നില്ലേ? അവന്റെ പേര് പറഞ്ഞ് അവന്റെ മേലുള്ള വാക്തത്വത്തെ നിങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അല്ലാത്തതിനെയെല്ലാം നിങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. പറ. തന്ത്രമാണെങ്കിൽ എതിർത്തു നിൽക്കും, വെപ്പണാണെങ്കിൽ യുദ്ധം ചെയ്യും. തന്ത്രമാണെങ്കിൽ ഡിഫൻഡ് ചെയ്യും, വെപ്പണാണെങ്കിൽ അതിനോട് ഓഫൻഡ് ചെയ്ത് പ്രാർത്ഥിക്കും. ആത്മതലത്തിനകത്തൊരു ജയം വരുന്നു എന്ന് ഉറപ്പ് വരുന്നവരെ ചിലതിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം. റീസിയ ലഗംതുര അധികാരികൾ കസിയ റഹംതുര അധികാരികൾക്കല്ല. എന്നും ഒരേ തലത്തിൽ നിൽക്കരുത്. അടുത്ത റലങ്ങളിലേക്ക് അന്ത്യകാലഘട്ടത്തിൽ ദൈവമക്കൾ കയറാൻ പഠിക്കണം. നോക്ക്, പുരുഷനോ സ്ത്രീയോ എന്നില്ല, അന്ത്യകാലഘട്ടത്തിന്റെ സകല ജഡത്തിന്മേൽ എന്റെ ആത്മാവ്, പറ, എന്റെ ആത്മാവ്, അത് ഹോളി സ്പിരിറ്റ് ആണ്. അതിന്റെ പവർ ഈ ലോകത്തിൽ ഒരു മനുഷ്യനടക്കാൻ പറ്റത്തില്ല. നാവിന്റെ അതോറിറ്റിയെ യൂസ് ചെയ്യണം നിങ്ങൾ. നാവിന്റെ അതോറിറ്റിയെ യൂസ് ചെയ്യണം നിങ്ങൾ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ. എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഇതിന്റെ ഒരു 10% മാത്രമേ, അപ്പയുദ്ധം എന്ന് പറയുന്നത് കടല് പോലെ സാഗരം പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അതിന്റെ 10% ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി സ്പിരിച്വൽ റാങ്കിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊക്കെ വേറെ ഒത്തിരി ദൈവം അനുവദിച്ച നമുക്ക് വീട് ചിന്തിക്കാനുള്ള അവസരങ്ങളെ എന്നിലൂടൊന്നും ഞാൻ പറയുന്നില്ല. ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ദൈവം കേൾപ്പിക്കേണ്ടതിനൊക്കെ കേൾപ്പിച്ചോളും. നിശ്ചയം ദൈവം കേൾപ്പിച്ചോളും. ഇത് ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് രാത്രി കേൾപ്പിച്ചതിനെ ഒന്ന് ഏറ്റെടുക്കണം. എന്നിട്ട് പറ, കർത്താവേ, ഞാൻ നിങ്ങളോട് നിയോഗത്തോടെ ചോദിക്കുന്നത്, ഇങ്ങനെ സ്വപ്നം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സ്വപ്നം കാണുന്നവരുണ്ടെങ്കിൽ, സ്വപ്നം എന്ന് പറഞ്ഞാൽ വെറുതെ സ്വപ്നമല്ല, ഇങ്ങനത്തെ സ്വപ്നങ്ങൾ സ്പെസിഫിക്കലി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ കരം ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കണം. ദൈവമേ, കരമുയർച്ചയ എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാ. അവരുടെ ദേശത്തിനും അവരുടെ തലമുറയ്ക്കും നേരെ കയറി വരുന്നത്, സ്പിരിച്വൽ ലൈഫിന് നേരെ, മിനിസ്ട്രിക്ക് നേരെ കയറി വരുന്നതിനെ ഈ ദിവസങ്ങളിൽ ദൈവ സ്വപ്നങ്ങളിൽ അറിയിക്കുമ്പോൾ തടയേണ്ടതിനെ തടഞ്ഞും യുദ്ധം ചെയ്യേണ്ടതിനെ യുദ്ധം ചെയ്ത് പ്രാർത്ഥിപ്പാൻ ഒരു ഭയങ്കര അതോറിറ്റിയുടെ കൈമാറ്റം നടക്കണം. അവിടെ നടക്കുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് പിടിച്ചെടുക്കുന്ന ദൈവമക്കൾ ആരാണെന്ന് നോക്കുകയാ കർത്താവ്. റേഖാലേഖന ചിലതിന്റെ അതരത്തെ ദൈവം അസാധാരണമായ നിലവാരത്തിൽ വചനം കൊണ്ട് അഭിഷേകം ചെയ്യുകയാ. ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ സംഭവിക്കണം. മണിക്കൂറുകളോളം അന്യഭാഷയിൽ ആരാധിക്കാൻ ഒരു കൃപ ദൈവമക്കളുടെ നാവിനകത്ത് ദൈവം പകരുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ വർഷം ഞങ്ങൾക്കെതിരെ ഒരുക്കിയിരുന്നത് ഇന്ന് രാത്രി അതിനെ ഞങ്ങൾ നിർവീര്യമാക്കുന്നു. ഈ കൂട്ടത്തോട് ഞങ്ങൾ ഒരുമിച്ച് ഈ കൂട്ടത്തോട് ഞാൻ തന്ന അധികാരം എനിക്ക് ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പരിമിതികൾ നിങ്ങൾക്കറിയാമല്ലോ. വ്യക്തിപരമായി ഞാൻ ദൂത് പറഞ്ഞില്ലല്ലോ. ഒരൊറ്റ പ്രവചന ശബ്ദം ഞാൻ കോമൺ ആയിട്ട് വിളിച്ചു പറയാ. ഇത് പറയുമ്പോൾ നിങ്ങൾ ഇരു കരങ്ങൾ ഉയർത്തി ആമേൻ പറയണം. കേട്ടോ, വില കൊടുക്കുന്ന ദൈവമക്കൾക്ക്, വേർതിരിയുന്ന, മുട്ടുമടക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, കണ്ണ് നീരൊഴുക്കുന്ന ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ദൈവ പൈതലിന് ജയം വരുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആൾബലത്താലല്ല, പിൻബലത്താലല്ല, രക്തബലത്താലല്ല, സാമ്പത്തിക ബലത്താലല്ല, റെക്കമെൻഡേഷന്റെ പേരിലല്ല. ജയം വരുന്നത് ആത്മാവിനാൽ അത്രേ.
ആ ജയത്തെ ഓരോ കുടുംബത്തിനു മേലും ഈ വർഷം ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വരുന്ന ആത്മയുദ്ധത്തിൽ ജയിക്കാൻ, ഉറച്ചു നിൽപ്പാനുള്ള ഒരു കൃപ ദൈവം തരട്ടെ. സർവായുധ വർഗത്താൽ നിറയുക. ദൈവം ഒരുമിച്ച് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻറ്റി. ഗോഡ് ബ്ലസ് യു. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രുവിൻ തല തകർത്തവനെ, മാത്രയിൽ ജയം തന്നവനെ. ശത്രു മുൻപാകെ മേശയൊരുക്കും, വിത്തനാമേശുവെ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും, വിത്തനാമേശുവെ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നിന്നെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നമ്മോടു കൂടെ, എന്നും അവൻ നിന്നെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിനും ദൈവിക വാഗ്ദത്തങ്ങൾക്കുമായി നമുക്ക് ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ, എതിർത്ത് നിൽക്കേണ്ടതിന് എതിർത്ത് നിൽക്കുവാൻ, യുദ്ധം ചെയ്യേണ്ടത് സമയത്ത് യുദ്ധം ചെയ്യുവാനുള്ള ദൈവകൃപയുടെ ആഴങ്ങളാൽ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവം നമ്മൾമേൽ പകർന്നിരിക്കുന്ന അതോറിറ്റി നമ്മൾ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമ്മൾ റൈറ്റായി യൂസ് ചെയ്യുന്നവരായി തീരുവാൻ കർത്താവ് നമ്മളെ വീണ്ടും ശക്തീകരിക്കട്ടെ. ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റിയുടെ പുതിയ ഓപ്പണിങ്ങുകൾ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും ആത്മീക ജീവിതത്തിൽ കർത്താവ് പകരേണ്ടതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ വരുന്ന നമ്മുടെ അന്ധകാരത്തിന്റെ ശക്തികളെ പ്രൊഹിബിറ്റ് ചെയ്യേണ്ടതിന് പ്രൊഹിബിറ്റ് ചെയ്യുവാൻ, പെർമിറ്റ് ചെയ്യേണ്ടതിന് പെർമിറ്റ് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ വഴികളെ വീണ്ടും പ്രിയ സഹോദരിക്ക് ഓപ്പൺ ചെയ്യേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടതിനായി സിസ്റ്റർ ഡെയ്സി ജോർജിനെ വെസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഹല്ലേലൂയ. ബ്ലസ് ഓസ്ട്രേലിയയുടെ പ്ലാറ്റ്ഫോമിൽ കർത്താവേ, ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് നിന്നെ സ്തുതിപ്പാൻ കർത്താവെ നീ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനപ്രകാരം കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങളിലും കർത്താവെ ഞങ്ങളുടെ ആത്മീയ മണ്ഡലങ്ങളിലും ഞങ്ങൾക്കെതിരായി പോരാടുന്ന അന്ധകാര ശക്തികളെ ജയിപ്പാന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുന്നേറുന്നവരായി തീരുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ, വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച നിന്റെ ദാസിക്കായി നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനു കെന്നത്തിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ജർമ്മനിയിൽ നിന്ന് കർത്താവെ നിന്റെ ദാസി കർത്താവെ വചനം ഞങ്ങളോട് ഷെയർ ചെയ്യുവാൻ, ഞങ്ങൾക്ക് ആവശ്യമുള്ള കർത്താവെ വചനം ഞങ്ങളെ അറിയിപ്പാന് ഇന്ന് അഭിഷേകത്താൽ നീ നിറച്ച് നിന്റെ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ട വചനപ്രകാരം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ ക്രമീകരിക്കുവാന്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് എതിരായി വരുന്ന ഹല്ലേലൂയ ശത്രുവിന്റെ തന്ത്രങ്ങളെ പോരാടുവാൻ
ചെയ്യുവാൻ ദൈവത്തിന്റെ വലിയ കൃപ പ്രാപിപ്പാൻ ഞങ്ങളെ ദിവസങ്ങളിൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഹല്ലേലൂയ. ബ്ലസ് ഓസ്ട്രേലിയക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ ഇപ്രകാരം ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാന് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ കർത്താവെ ഹല്ലേലൂയ വിവിധ ഭാരങ്ങളിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഇരിക്കുന്നവരുണ്ട് കർത്താവെ. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. ഭവനത്തിൽ അനേക പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കർത്താവെ ഓർഗനൈസ് ചെയ്യുവാന് നിന്റെ മക്കളെ നീ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗ് ലീഡ് ചെയ്ത സുൻ ചേച്ചിക്കായി നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. നിന്റെ ദാസിയെ കർത്താവെ പിന്നെയും കർത്താവെ ഹല്ലേലൂയ അഭിഷേകത്താൽ നിറച്ച് കർത്താവെ പിന്നെയും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ശക്തമായി എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഈ കർത്താവെ പ്ലാറ്റ്ഫോമിലെ ഹല്ലേലൂയ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവമക്കൾക്കായി നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. കടന്നു വന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായെന്ന് പറയത്തക്ക രീതിയിൽ സ്വർഗമേ നീ അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ അവരുടെ കുടുംബങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെ കർത്താവെ നീ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ആത്മീയ ജീവിതം അവരുടെ ഭൗതിക ജീവിതം അനുഗ്രഹിക്കപ്പെടുവാന് സ്വർഗ സഹായിക്കുമാറാകണമേ. കേട്ട വചനപ്രകാരം ഹല്ലേലൂയ ശത്രു ഞങ്ങൾക്ക് എതിരായി കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ഹല്ലേലൂയ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ നിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് അതിനെ മുന്നേറുവാന് ഉള്ള ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ നിന്റെ മക്കളുടെ മേൽ നീ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വർഷിപ്പ് ലീഡ് ചെയ്തതിന്റെ കുഞ്ഞുങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാന് സ്വർഗ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രപ്പാ. അതിലെല്ലാം ഉപരിയായി അപ്പാ നിന്റെ വരവേറ്റെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഓരോ ദിവസവും ഭയത്തോടും ഭക്തിയോടും കൂടെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം നയിപ്പാൻ ഞങ്ങളെ നീ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനെതിരായി ശത്രു കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ ദിവസം കർത്താവെ ഹല്ലേലൂയ നീ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ നീ ഒന്ന് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുമാറാകണമേ അപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങളുടെ കുറവുകളെ നീ ക്ഷമിക്കണമേ അപ്പാ. ഹല്ലേലൂയ പിന്നെ നീ കർത്താവെ ഹല്ലേലൂയ വചനത്തിലും കർത്താവെ പ്രാർത്ഥനയിലും ഞങ്ങൾ മുന്നേറുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ ഓസ്ട്രേലിയയിലുള്ള എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഐക്യത്തിലും സ്നേഹത്തിലും ഞങ്ങൾ മുന്നേറുവാന് ഹല്ലേലൂയ ഞങ്ങൾ ഒന്നായി നിന്നുകൊണ്ട് കർത്താവെ ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ നീ വ്യാപരിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കായി നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഓസ്ട്രേലിയ നടക്കുന്ന ലോകമ്പാട് നടക്കുന്ന എല്ലാ വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. ദൈവമേ നിന്റെ വരവേറ്റെടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവെ ശക്തിയോട് നിന്റെ വചനം ശുശ്രൂഷിപ്പാന് നിന്റെ മക്കളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യുമാറാകണമേ. ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാന് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റുകളെ കർത്താവെ ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും ദൈവകൃപയും ഞങ്ങളുടെ മേൽ നീ വ്യാപരിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മീറ്റിംഗിന്റെ ആരംഭം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് രാത്രി കാലം കർത്താവെ പിന്നെയും കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ വിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന മാസങ്ങൾ നടക്കുന്ന മീറ്റിങ്ങുകൾക്കായി നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ ഇത് ഓസ്ട്രേലിയയിൽ ഹല്ലേലൂയ ഒരു റിവൈവലിന് കാരണമായി തീരുവാനെ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ ദൈവമക്കളുടെ ഇടയിൽ ഇത് അനേക ജാതികളുടെ ഇടയിലും ഹല്ലേലൂയ ആശ്വാസത്തിന് കാരണമായി തീരുവാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആദിയോടന്ത പരിശുദ്ധമാന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മനോമോത്ത് എല്ലാം തിരുമേനി തന്നെ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ 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 ആമേൻ. താങ്ക് യു സിസ്റ്റർ ഡെയ്സി. ഇത്രത്തോളം നമ്മളെ സഹായിച്ച ദൈവത്തിന് സകല മാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. കടന്നു വന്ന് ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള ഞങ്ങളുടെ നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് 3 മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ലേഡീസ് മീറ്റിംഗ് ആയി കൂടി വരും. നിങ്ങളുടെ ചേർച്ച് മെമ്പേഴ്സിനെ കൂടി ഇനിയും ഇൻവൈറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ഗുഡ് നൈറ്റ്.